ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സൗണ്ടൊക്കെ വരുന്നു. എന്തുണ്ടാവും എന്നുവെച്ചാ വവാലോ? ചേച്ചി സേ ഹായ്. ഹലോ. ഇനി നമുക്ക് കുളത്തേക്ക് പോവാം. പൊതു കളിക്കാനാണോ വലിയ പ്രശ്നം? ഹലോ, ഹായ് ഗൈസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കിട്ടു എന്നിട്ട് ബ്ലാസ്റ്റ് എടുക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു സാങ്സ് വ്ലോഗേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂരുള്ള ഏകദേശം 300 വർഷങ്ങൾ പഴക്കമുള്ള മുണ്ടയ്ക്കപ്പറ്റ തറവാടിൻ്റെ മുന്നിലാണ് കേട്ടോ. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തറവാട് വീട് കൂടിയാണിത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഈ ഒരു തറവാടിൻ്റെ ഹിസ്റ്ററിയും ബാക്കി ഡീറ്റെയിൽസും അടങ്ങുന്ന മറ്റൊരു വീഡിയോ ഓൾറെഡി ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു 4 തറവാട് വീട് തുറന്നു കണ്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടുന്ന് കറക്റ്റ് എടുക്കാം. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആൻസെസ്ട്രൽ ഹൗസ് ആണ്. തുറക്കാൻ പോവാ. ശബ്ദം കേൾക്കണോ? ഇത് നടുമുറ്റല്ലേ? അടിപൊളി. അതാ അങ്ങോട്ട് കേറു കേറു. മേലേക്കുള്ള കോണയാണ്. മയിലിന്റെ സൗണ്ട്. മയില് വരും. ഓ, ഇതാണ് മച്ച തോന്നുന്നു. വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ അവര് കത്തിക്കോ? ഇവിടെ ഒരാള് കേട്ടേക്ക്. ഇവിടെയാണ് മഴ പെയ്ത വെള്ളം ചാടാം. ഇവിടെ കുട്ടികൾക്കൊക്കെ സ്വിമ്മിംഗ് പൂൾ പോലെ ആക്കാം. ആ കണ്ടു. ഇത് നല്ല ഭംഗിയുള്ള മരപ്പണിയാണ്. അതെ, അടിപൊളി. മച്ചായിരിക്കും. മറ്റേ ആ മണിച്ചിത്രത്താഴില് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇടയിൽ കൂടെ നോക്കണുണ്ടല്ലോ. ശോഭനല്ല, സുരേഷ് ഗോപി. രാമനാഥൻ അവിടെ. ഇതിലെന്തോ കാര്യമായിട്ടുണ്ട്. പൂട്ടിയിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും വെയിക്കുന്നത് ഇവിടെ കണ്ടിട്ട് അവരുടെ ഡൈനിങ് ഹാള് നോക്കൂ. നല്ല കിച്ചൺ സ്റ്റോർ റൂം. ഇവിടെ അടുപ്പ്. ഇതും പപ്പായാണ് കേട്ടോ. പുറത്തൂരുണ്ടായിരുന്നു വലിയ പപ്പായ. ഇതോ ഇതെന്താ? ഇത് പെട്ടി, മറ്റേ പഴയ പെട്ടി. മരപ്പെട്ടി ഉണ്ടായിരുന്നു. അലമാറും ബ്യൂറോ ഒന്നും ഇല്ലാത്തപ്പോ അവളടുത്ത് പറയൂ മരപ്പെട്ടിന്റെ തടയണ്ട കേട്ടോ. ഏതാ? വേദക്കുട്ടിക്ക് കുറച്ച്. ഇവരുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയായിരുന്നു. ആ കുളത്തൂര് മേലക്കുണ്ട്. അതെ. ഞങ്ങളെ വീട്ടിൽ ഇപ്പോഴും അങ്ങനത്തെ പോലെ. ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ സൗണ്ട് ഒക്കെ വരുന്നു. എന്തുണ്ടാവും? നരച്ചീറ് എന്നുവെച്ചാ വവാലോ? ഇവിടെ അല്ല, അതിന്റെ മേലെ മച്ചില്. ഞാനും ചേച്ചി വീഡിയോ എടുത്തോണ്ടിരിക്കണേ. നരച്ചീറിന്റെ ആ അതെ അതെ, അതല്ലേ കാലിന് എന്തൊക്കെയോ ആയത്. സോപ്പിട്ട് കഴുകാം കേട്ടോ. ഇനി ഇവിടുന്ന് മേലക്കുണ്ട്, പക്ഷെ മേലക്ക് പോണ്ടായിരുന്നു. തട്ടുമ്പുറ അല്ലേ? പക്ഷെ എനിക്ക് പേടിയാവാ വവ്വാലുണ്ടാവോന്ന്.
ഇവിടെ ഇല്ല വന്നാലുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ശബ്ദം ഏത് വന്നാൽ അത് പറന്നു പോകുന്നുള്ളൂ. അല്ല, പെട്ടെന്നേ നിങ്ങളതിന്റെ ശബ്ദം കേട്ട് പേടിക്കും. ഇതാ ഇവിടുന്ന് അങ്ങോട്ടാ നടുമുറ്റം. മുകളിലിരിക്കുന്ന steps എങ്കിലും ഒന്ന് എടുത്തോ? എടുത്തു. ആക്ച്വലി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഒന്നും ഉള്ള പോലെ ഇല്ല. ലൈറ്റ് ഇട്ടത് ചെറുതായിട്ടൊരു പേടിയില്ലാതില്ല. നോക്കണോടത്തൊന്നുമില്ല. പക്ഷെ നില അത്ര ക്ലീൻ അല്ല. വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. ചേച്ചി സേ ഹായ്. ഹലോ ചേച്ചി ഇവിടെ കാണണമെങ്കിൽ ഞാൻ മാറിത്തരാം. ഒരു ദേവീൻ്റെ ശൂലവും വിളക്കൊക്കെ ഉണ്ട്. നാഗവല്ലിമാരല്ലേ ഈശ്വര ആരും ഉണ്ടാവില്ലായിരിക്കും. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇത് നോക്കൂ, ഇത് അടച്ചിടാനുള്ള ഡോറ് കണ്ടു. അതെ. കട്ടിലിന്റെ കാലൊക്കെ നോക്കൂ. അന്നേരം വേണമെങ്കിൽ ഒരു ദിവസം താമസിച്ചിട്ട് പോവാം. ഇത് നോക്ക്. അച്ഛാ ഇനി ഇത് അടയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? കിട്ടണില്ലേ? ഞാൻ അടയ്ക്കാം. നിന്റെയും കൈ കൊള്ളില്ല. എന്റെ കൈ കൊള്ളാതിരിക്കാനുള്ള വഴികൾ ഒരാവേശത്തിൽ തുറന്നു. എന്റെ കൈ കൊള്ളാല്ലേ? കൊള്ളാം. മേലെ മാത്രം ഇട്ടാൽ മതി. പോലെ നല്ല മാറാലേ. മാലാറ. മാറാല. ഇതാണ്. ഇവിടെ ഒരു കൃഷ്ണന്റെ രൂപം നോക്കും. കാണാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നു. ഇവിടെ അതൊക്കെ തല കൊടുമ്പയൊക്കെ കിട്ടിയിട്ട് കണ്ട ഒരു സൈഡിക്ക്. ഇയാളുടെ റൂമായിരുന്നിരിക്കും അല്ലേ? ആരെങ്കിലും ആയിരിക്കും. അങ്കിൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞുതരും ഇതൊക്കെ എന്തായിരുന്നു. താഴത്തേക്ക് ഇറങ്ങാം. Safe ആണ്. ഓക്കെ, ഇനി ഞാൻ ഇറങ്ങാം. അങ്ങോട്ട് തിരിഞ്ഞിട്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നത്. എന്താ ബാക്കിലേക്ക് തിരിഞ്ഞിട്ടാണോ ഇറങ്ങണ്ടേ? ഇതിന്റെ കംഫർട്ടിനനുസരിച്ചാണ് ഇപ്പം. ഓ ഓക്കെ നമ്മൾ ആ സൈഡിൽ കൂടെ അല്ലേ വന്ന്. ഇതിന്റെ ഉള്ളിൽ ഇതില്ല, റേഞ്ചില്ല. നെറ്റ് ട്രൈ ചെയ്തിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോയോ? ഇല്ല, പോയില്ല. അത് ലോക്ക്ഡൗൺ. ഇതുപോലൊരു വിളക്ക് മേലെ ഉണ്ട് അച്ഛാ. ഇല്ല, കത്തിച്ചിട്ടില്ല. രൂപം മെറ്റലിന്റെ ഒരു നോക്കൂ, ശിവൻ. ഞാൻ ആദ്യമായിട്ടാ മീശല്ല. ഇവിടുന്ന് വേറെ കോണിയുണ്ടോ? കൊള്ളാം. റൂം വേറെ സ്ഥലം. നീ ഇവിടെയാണോ നാവോ അപാലികൾ താമസിക്കുന്നത്? ചീപ്പായിട്ടല്ല, അതുകൊണ്ടാണ് ഇതിന് കയറൊന്നും ഉണ്ടാകുന്നത്. രണ്ട് വശത്തും ഓരോ റൂമുണ്ട്. കാറ്റ് പോലെ വരും. ഓ, ബാത്റൂം നോക്കൂ. അതിന് ജനലും ഉണ്ട്. കൊള്ളാല്ലേ? ഒരു റൂമായിട്ട്. ജനല. ഇവിടെ ഈ സാധനം എന്തോ ചെയ്യാണ്ട് തോന്നുന്നു. രണ്ട് സൈഡും വേണോ? അതങ്ങനെ വലിക്കും. ഇത് ഓൾറെഡി വലിഞ്ഞിട്ടുള്ള. അമ്പോ, നല്ല വെയിറ്റ് ആണ്. ഇവിടെ ഇരിക്കാം. കൊള്ളാം. നമുക്ക് ഫോട്ടോ എടുത്താലോ ഇവിടുന്ന്? ജസ്റ്റ് ഒരു റൂം പ്ലസ് ഒരു ബാത്റൂം. ഫുള്ള് വുഡല്ലേ സൈഡൊക്കെ? ഇത് നോക്കണേ, വായു സഞ്ചാരത്തിനുള്ള എല്ലായിടത്തും ഉണ്ടാവും. അങ്ങേയറ്റം വരെ ഇങ്ങനത്തെ ഒരു ഹോൾസ് ഉണ്ടാവും. ഓക്കെ.
അതിന്റെ കണ്ടിന്യൂഷൻ അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. അതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇതേതാ സ്ഥലം ചേച്ചി? അത് നടുമുറ്റത്തിന്റെ മേലെ അല്ല അല്ല, നമ്മൾ അപ്പുറത്തെ മച്ചുകുളം വന്നില്ലേ, ആ പൂട്ടിയിട്ട ഭാഗമാണോ? അയ്യോ ശരി കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. ഒരിടനാഴി. ഇതൊരു 2 സൈഡുള്ളൊരു വഴി, അത് നമ്മൾ കണ്ടിട്ടില്ല. ഇറങ്ങാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടണമില്ല, എന്താവും സൂക്ഷിച്ച്. അതെന്താ അങ്ങനെ ഒരു ശബ്ദം? എത്ര നാൾ തടി ഉപയോഗിച്ചിട്ടുണ്ടാവും? കുളത്തിന്റെ അവിടെ പോയി നോക്കിയിട്ട് വരാം നമുക്ക്. ഇവിടുന്ന് എടുക്കാം. ഓക്കെ ഓക്കെ. ആയോ? ഓ ഇതിന്റെ ഉള്ളിലൊരു വട്ടം വട്ടമായിട്ടുള്ള വർക്ക് ഉണ്ട്. ആ ഈ തൂണൊന്ന് ചെയ്യാവേ ദിവസേ. സൈഡൊക്കെ നോക്കൂ. കൃഷ്ണ കിരീടം. ആ ഹനുമാൻ കിരീടം. ഓണത്തിന് പൂടാ ഏറ്റവും കൂടുതൽ തലയിൽ കുത്തി വെക്കണല്ലേ? വാങ്ങിക്കാൻ കിട്ടൂലോ. സെപ്പറേറ്റ് എടുത്തിട്ടോ. ഇനി നമുക്ക് കുളത്തേക്ക് പോവാം. ഓ നല്ല തെളിഞ്ഞ വെള്ളം ശരിക്കും. മീനുണ്ടാ കണ്ട കണ്ണാമുട്ടിയോ അങ്ങനെ എന്തോ. ആ കണ്ണാം ചുണ്ടു. ആ തലയിൽ കണ്ടോ ഒരു കണ്ണ് പോലെ ആ മീനിന്റെ? കണ്ണാൻ ചുട്ടി. പണ്ട് നമ്മള് വഴിക്കടവ് പുഴയിന്ന് കൊറേ പിടിക്കാൻ നോക്കിയിരുന്നത്. വീടിന്റെ ബാക്ക് സൈഡ്, ആ സൈഡിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ വന്ന അവിടെ കുളം. ഇത് കുറച്ച് പുതിയത് പോലെ ഉണ്ട്. എവിടുന്നാ? മയിലിന്റെ ശബ്ദം. നല്ല സുഖണ്ടോ? ഇഷ്ടായോ? വേദക്കുട്ടീനെ ഊഞ്ഞാലുമെന്ന് നീപ്പിച്ച് കിട്ടേണ്ട പരിഭവമാണ് കേട്ടോ കണ്ടത്. അവൾക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ടൊക്കെ അവൾക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ കുളത്തേക്കൊന്നും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവൾ. പക്ഷേ പിന്നെ നല്ല ഇഷ്ടമായി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ പഴയ തറവാട് വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.